പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ വലിയ കൂട്ടായ്മയില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ കാർമൽ മീഡിയയിലൂടെ തിരുഹൃദയത്തിന്റെ സന്നദ്ധിയില്, ആ സ്നേഹത്തില്, ആ കരുണയില്, ആ രക്ഷയില്, ആ സംരക്ഷണത്തില് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹത്തോട് നന്ദി പറയുമ്പോൾ ഇതിലായിരിക്കുന്ന ഈ മക്കളെല്ലാവരെയും കർത്താവെ അങ്ങേ തിരുഹൃദയ സ്നേഹത്തിൽ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ നിയോഗങ്ങള്, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകള്, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങള്, വേദനകള്, സങ്കടങ്ങള് എല്ലാം തിരുമുമ്പില് സമർപ്പിക്കുന്നു. അങ്ങേക്ക് മാത്രമേ ഉത്തരമുള്ളൂ. അങ്ങേക്ക് മാത്രമേ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ സാധിക്കൂ. കർത്താവെ, ആ രക്ഷ അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. അത് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപയും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മക്കളെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിറച്ചു നൽകി ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വിഷയം തിരുഹൃദയത്തിന് പാപികളുടെ നേരെയുള്ള വലിയ സ്നേഹം. അതായത് ഈശോ പാപികളെ തേടിയാണ് വന്നത്. ആ പാപികളുടെ സ്നേഹം എത്രയോ വലുതാണെന്ന് ഈശോയുടെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈശോ പറഞ്ഞുണ്ട്, 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്കാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തേടി ബാക്കി 99നെയും വിട്ട് മരുഭൂമിയിൽ അലയുന്ന ഒരു നല്ല ഇടയൻ, ദൂതപുത്രനെ കാത്തിരിക്കുന്ന, തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ സ്നേഹിക്കുന്ന ആ അപ്പന്റെ ഹൃദയം, അതാണ് മക്കളെ തിരുഹൃദയം. ഞാൻ ചിലപ്പോൾ ഓർക്കും, മനുഷ്യൻ പാപം ചെയ്ത് ഈ ദൈവത്തെ വിട്ട് അനുസരിക്കാതെ, വചനം അനുസരിക്കാതെ പാപം ചെയ്ത് ദൈവത്തെ നിന്ദിച്ച് ധിക്കരിച്ച് പടിയിറങ്ങി പോവാ. ആദിമ മനുഷ്യൻ മുതൽ ഇസ്രായേൽ ചരിത്രം, മാനവകുലത്തിന്റെ ചരിത്രം, നമ്മുടെ മക്കള്, നമ്മുടെ വ്യക്തി ജീവിതങ്ങള്, ഇതെല്ലാം തന്നെ ഈ സ്നേഹം വിട്ട് പടിയിറങ്ങി പോവാ. ഈ സ്നേഹം വേണ്ട. ഈ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന മക്കൾ, ആത്മാവ് നശിച്ച് ആ പരിശുദ്ധി, ആ സ്നേഹം, ആ ചൈതന്യം, ആ കൃപ നഷ്ടപ്പെട്ട് ഒരു ജഡമായിട്ട് മാറി മ്ലേച്ഛത, മദ്യപാനം, അശുദ്ധി, വ്യഭിചാരം, കൂട്ടുകെട്ട്, അതിനനുസരിച്ച് നിരാശ, ഡിപ്രഷൻ, വഴിപിഴച്ച പോയ ജീവിതം, ലഹരി, അടിമത്തം, പഠനം മുടങ്ങി, ജീവിതം മുടങ്ങി, അങ്ങനെ എന്തെല്ലാം അവസ്ഥയിലേക്ക് പോണേ. ഇങ്ങനെല്ലാം പോകുമ്പോഴും സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ആ സ്നേഹം, ദിവ്യകാരുണ്യ ഹൃദയം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി തുടിച്ചുകൊണ്ട് എപ്പോഴും മാടി വിളിക്കുക. ഈശോ പറയാ, ഇതാ ഞാൻ മുട്ടി വിളിക്കുന്നു, നീ വാതിൽ തുറന്നിട്ടാ അതിനകത്തേക്ക് വരും, കൂടെ ഭക്ഷിക്കും. എപ്പോഴും ആ സ്നേഹം ഒരാത്മാവിന് വേണ്ടി ഇതുപോലെ ദാഹിക്കുന്ന, അത് ഈശോ പറഞ്ഞ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് പാപികളെ അതുപോലെ സ്നേഹിച്ച് അവന്റെ പാപം നീക്കി പാപത്തിന്റെ അനന്തര ഫലങ്ങൾ എല്ലാം ഏറ്റെടുത്ത് ഇതുപോലെ കുരിശിൽ മരിച്ച് പാപമായിട്ട് തന്നെ മാറിയെന്ന പോലെ പാപത്തിനു വേണ്ടി സ്വന്തം ശരീരത്തില് പാപം വഹിച്ചുകൊണ്ട് അതിനുവേണ്ടി രക്തം ചിന്തി പരിഹാരം ചെയ്ത് മരിക്കാൻ മാത്രം പാപിയെ സ്നേഹിച്ച ദിവ്യകാരുണ്യ ഹൃദയം. എന്റെ മക്കളെ, ഇന്നും ആ ഹൃദയം നിലവിളിക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ എന്റെ മക്കളെ സ്നേഹിച്ചിട്ട് ഈ പാപാവസ്ഥയിൽ ചീഞ്ഞ് അളിഞ്ഞ് ചെളിക്കുണ്ടിന്റെ ആഴത്തിൽ പോയ മക്കളെ ഇതുപോലെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്ന് വിളിച്ചിട്ട് എന്റെ മക്കള് തിരിച്ചു വരുന്നില്ല. ആ വേദന, ആ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് മതി. അനേക മക്കൾ, വ്യക്തിപരമായി പറയാ, പല മക്കളെ പിന്നാലെ സമയം ചെലവഴിച്ച് കഷ്ടപ്പെട്ട് നടന്നിട്ടും അവർക്ക് ആ കൂട്ടുകെട്ട് മതി.
ആ മ്ലേച്ഛത മതി, ആ മദ്യപാനം മതി, ആ ലഹരി മതി, ഈ ലോകാരൂപി മതി, ഈ സിനിമ, ഈ ചീഞ്ഞളിഞ്ഞ കാര്യങ്ങൾ മതി. കർത്താവിന്റെ കാര്യം പറഞ്ഞ വെറുപ്പാ. ഈശോയുടെ കാര്യം പറഞ്ഞ താല്പര്യമില്ല. ഈശോയുടെ കൂടെ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ദിവ്യകാന ഹൃദയത്തിൽ ചേർന്നിരിക്കാനോ ആ സ്നേഹം അനുഭവിക്കാനോ അതിനൊന്നും നമ്മുടെ മക്കൾക്ക് പലർക്കും താല്പര്യമില്ല. എനിക്ക് വ്യക്തിപരമായി അറിയാം, പല മക്കളെയും പിന്നാലെ സമയമെടുത്ത് ദിവസങ്ങളോളം പ്രാർത്ഥിച്ച് പറഞ്ഞു കൊടുത്ത് ഇതിനൊന്നും ഒരു താല്പര്യമില്ല. എന്നിട്ട് ലോകത്തിന്റെ അവിടുന്ന് സന്തോഷം, കറങ്ങാൻ പോവാ, ഭക്ഷണം അടിക്കാൻ പോവാ, ഫുഡ് അടിക്കാൻ പോവുക, ഫോൺ വിളിക്കുക, കൂട്ടുകൂടുക, സിനിമയ്ക്ക് പോവാ, ഇതിലൂടെയൊക്കെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയ ചൈതന്യമോ വിശുദ്ധിയോ അതിനോർത്തൊരു പശ്ചാത്താപമോ തിരിച്ചു വന്ന് കർത്താവിനെ സ്വന്തമാക്കണമെന്നോ രക്ഷപ്പെടണമെന്നോ നഷ്ടപ്പെട്ടു പോയതൊക്കെ തരാൻ ഈശോ ഉണ്ട്. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം, വിശുദ്ധി, ആ ബന്ധം, ആ കൃപ ഇതൊക്കെ തരാൻ ഈശോ ഉണ്ട്. എന്നാൽ ഈശോയെ വേണ്ട. ഭയങ്കര വിരോധാഭാസമാണ്. എന്ത് വേദനയായിരിക്കും മക്കളെ ഈശോയ്ക്ക്. ഓർക്കാണ് ഇതിന് ഇങ്ങനെയുള്ള മക്കളെ ഓർത്ത് ഒത്തിരി ഞാൻ വേദനിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഈ കർത്താവിന് മുമ്പിൽ നിന്ന് നിലവിളിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നമല്ല. എത്രയോ മക്കൾ ഈ സ്നേഹബന്ധം വേണ്ട, കൂട്ടുകെട്ട് വിട്, ചിലർക്ക് വിട്ടിട്ട് ആ വിട്ടതിനെ ഓർത്ത് നിരാശപ്പെട്ട പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വിട്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് വളർന്നാൽ ആ കൊച്ചനുഭവിക്കുന്ന സമാധാനം, സന്തോഷം, ഐശ്വര്യം, അഭിവൃദ്ധി, വളർച്ച വളരെ വലുതായേനെ ചെയ്യില്ല. എന്റെ പൊന്നുമക്കളെ, ഈ ഈശോയുടെ സ്നേഹം ഇന്ന് മാടി പിടിക്കുമ്പോ അത് തിരസ്കരിച്ച് പടിയിറങ്ങി പോകുന്ന നമ്മളും നമ്മുടെ മക്കളൊക്കെ ഈ ഹൃദയത്തെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈശോയുടെ മാപ്പ് ചോദിക്കാം. ആ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് വച്ച് പ്രാർത്ഥിക്കാം. ആ സ്നേഹം ശരിക്കും ഒന്ന് അനുഭവിച്ചാൽ നമ്മുടെ മക്കള് വീണ്ടും അച്ഛൻ പറയും, ഈ ഇച്ഛാസുഖങ്ങളുടെ പിന്നാലെ പോയി സമാധാനം കണ്ടെത്താൻ ശ്രമിക്കില്ല. അതൊക്കെ നൈമിഷികമാണ്. എന്തോരെ സുഖിച്ചു, എവിടെയൊക്കെ പോയി, എന്തൊക്കെ തിന്നു, എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കുടിച്ചു, എന്തൊക്കെ ആസ്വദിച്ചു. ആർക്കെങ്കിലും സമാധാനം കിട്ടിയോ? സത്യമായിട്ട് കിട്ടിയിട്ടില്ല. അനേക ആയിരം മക്കളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. സന്തോഷം കിട്ടാതെ പോയ മക്കള്, ഒരുത്താൻ പോലും അതിലൂടെ പോയി സന്തോഷം കിട്ടിയ മക്കളെ കണ്ടിട്ടില്ല. മക്കളെ, 29 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തില് അനേക മക്കള്, ഗുണ്ടാസംഘത്തിൽപ്പെട്ട മക്കള്, ഒത്തിരി നശിച്ചു പോയ മക്കള്, കറങ്ങാൻ പോയി, പബ്ബി പോയി, മദ്യത്തിന് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ട് അനേക മക്കള്, ഒരുത്തനെ പോലും അതിലൂടെ പോയി സന്തോഷം കണ്ടെത്തിയത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യം തിരിച്ചു വന്ന് ഈശോയെ സ്വന്തമാക്കിയ മക്കൾ സന്തോഷവും സമാധാനം കണ്ടെത്തിയത് നൂറുകണക്കിന് അനുഭവം അച്ഛനുണ്ട്. അതുകൊണ്ട് ഈ ചങ്കുപൊട്ടിയ മക്കൾക്ക് വേണ്ടി, ഈ കരുണയ്ക്ക് വേണ്ടി, ഈ തിരുഹൃദയ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി ഞാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് കിട്ടണം, അത് അനുഭവിക്കണം. അവിടെയാണ് രക്ഷ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾ വലിയ ഗൗരവത്തോടെ എടുക്കണം. അനേക മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയും, എന്താ പറയാ, തലമുറ മാറി, ജനറേഷൻ മാറി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, എത്ര ജനറേഷൻ മാറിയാലും ഈ കർത്താവിന്റെ സ്നേഹത്തിനല്ലാതെ നമ്മുടെ മക്കൾക്കോ നമുക്കോ ലോകത്തിനോ ഒരു ജനറേഷനോ സമാധാനം കിട്ടില്ല. കാരണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും യഥാർത്ഥ സ്നേഹം അനുഭവിക്കുന്നവർ ഈ തിരുഹൃദയ സ്നേഹത്തിലും ഈ കർത്താവിലും ഈ കരുണയിലും മാത്രമാണ്. വേറെ എന്തിന്റെയൊക്കെ പിന്നാലെ പോയി ഒന്നും കിട്ടിയിട്ടില്ല, നശിച്ചിട്ടേ. അതുകൊണ്ട് ഈ സത്യം അറിയാൻ ഇടയാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനിയും ആരെങ്കിലും നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. അനേകം ആയിരങ്ങൾ കൂടട്ടെ. അത് തന്നെ നമ്മെ പ്രൊമോട്ട് ചെയ്യാൻ യൂട്യൂബിന് ഇടയാകും. ഈ ചാനല് ഇതുപോലെ അഭിഷേകത്തില് അനേക ആയിരങ്ങൾക്ക് എത്തണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുഹൃദയ സ്നേഹം പിന്നീട് അങ്ങോട്ട് നിരന്തരമായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന കൂട്ടായ്മയായിട്ട് കൂട്ടായ്മ വളർന്ന് മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ, കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ, ലോകത്തിന് അനുഗ്രഹമായി മാറട്ടെ. ദിവ്യാനുസരണം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെടുത്ത് ഒത്തിരി സന്തോഷിക്കുന്നു, ഒത്തിരി അഭിമാനിക്കുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മണിക്കൂറുകൾ നിത്യാരാധനയില് കരം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൊക്കെ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പാപികളെ അതുപോലെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്നേഹമാണല്ലോ അവിടുന്ന്. അങ്ങേ തിരുഹൃദയം ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ദാഹിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ അങ്ങയുടെ പ്രിയപ്പെട്ട വിശുദ്ധരിലൂടെ അങ്ങ് തന്നെ നേരിട്ട് ഞങ്ങളോട് പറയുന്നില്ല. യേശുവേ, അങ്ങയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പാപം ചെയ്ത് അശുദ്ധരായിട്ട് മാറി ആത്മാവ് നശിച്ച് പിശാചിന് അവകാശം കൊടുത്ത് ജഡമായിട്ട് മാറി ചീഞ്ഞ സുഖങ്ങൾക്ക് വേണ്ടി അലിഞ്ഞു തിരിയുന്നവരാക്കി ഞങ്ങളെ പിശാച് മാറ്റുമ്പോ ഈശോയെ, ഞങ്ങളുടെ വിശുദ്ധി, സന്തോഷം, സമാധാനം, ചൈതന്യം എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നിട്ടും ഈശോയെ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും പലപ്പോഴും ഈ ചീഞ്ഞളിഞ്ഞ സുഖങ്ങൾക്ക് വേണ്ടി, ചീഞ്ഞളിഞ്ഞ ബന്ധങ്ങൾക്ക് വേണ്ടി, ഈ ലോക സുഖഭോഗങ്ങൾക്ക് വേണ്ടി കർത്താവെ പാപം ചെയ്ത് ശരീരം മലിനമാക്കി അശുദ്ധമാക്കി കർത്താവെ എന്ത് തിന്മയ്ക്കും വിട്ടുകൊടുക്കുന്ന ലഹരിക്ക്, മദ്യത്തിന്, വ്യഭിചാരത്തിന്, മ്ലേച്ഛതയ്ക്ക്, അശുദ്ധ സ്പർശനത്തിന്, യേശുവേ പാപസുഖത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ജീവിക്കുമ്പോ നശിച്ചടങ്ങി പോകുന്ന മക്കളെ ഓർത്ത് ഈശോയെ എന്തുമാത്രം വേദനിച്ചുകൊണ്ട് അങ്ങേ ഭൂമിയിലേക്ക് വന്നത്. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിക്കാൻ വരെ തയ്യാറായി. പാപത്തിന്റെ അനന്തര ഫലങ്ങളെ നീക്കി, അതിന്റെ ശാപങ്ങൾ നീക്കി, അതിന്റെ അടിഞ്ഞു പോയ എല്ലാ അശുദ്ധമായ അവസ്ഥകളെ എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ രക്തം ചിന്തിക്കൊണ്ട് ഞങ്ങളുടെ മുറിവുണക്കി പാപശക്തിയെ, ശാപശക്തിയെ ഇല്ലാതാക്കി എന്തുമാത്രം ഞങ്ങളെ സ്നേഹിച്ച ഈശോയെ, ആ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ, ധൂർത്തപുത്രനെ പോലെ അങ്ങയുടെ ഓടി അണയാൻ യേശുവേ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയ മക്കള്, ജഡിക സുഖത്തിൽ പെട്ടുപോയ മക്കള്, വ്യഭിചാരത്തില്, പബ്ബുകളില്, ഹോം സ്റ്റേകളില്, കൂട്ടുകെട്ടുകളില്, അന്യമതസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കള്, അതിൽ വിലമതിക്കുന്ന മക്കള്, യേശുവേ അതിന് മാറിയിട്ടും അതിനെയോർത്ത് നിരാശപ്പെട്ട് അതിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന മക്കള്, യേശുവേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക ശക്തികള്, ആഭിചാര ക്രിയകള്, വശീകരണ യന്ത്രങ്ങള്, യേശുവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. യേശുവേ ഞങ്ങളുടെ മക്കൾ വിടിവിക്കണമേ. ഞങ്ങളുടെ മക്കൾക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്ന ആഭിചാര്യം, അന്തർവാദങ്ങള്, ചില കൂടോത്ര പ്രവൃത്തികള്, ഞങ്ങളുടെ മക്കൾ അവരെ വിട്ടു പോകാതിരിക്കാൻ ഞങ്ങളുടെ മക്കൾക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്ന ആഭിചാര്യ, മന്ത്രവാദ, കൂടോത്ര, വശീകരണ ശക്തികളെ, യന്ത്രങ്ങളെ ഈശോയെ അങ്ങയുടെ കുരിശുപാന ശക്തിയാൽ മാതാപിതാക്കളായി ഞങ്ങൾ ഒരുമിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അതിൽ നിന്ന് വിടുവിക്കുന്നു. ലഹരിയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ഹോം സ്റ്റേയിൽ നിന്ന്, പബ്ബിൽ നിന്ന്, വ്യഭിചാര ദുർബോധത്തിൽ നിന്ന്, അവന്റെ ആധിപത്യത്തിൽ നിന്ന്, തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് വിടുവിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 6-ാം ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജപം. ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്റെ ശക്തിയൊക്കെയോടും കൂടെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ ഓർക്കാതെ ഇരിക്കുന്നത് എത്രയോ വലിയ നന്ദിഹീനതയായിരിക്കുന്നു. എത്രയോ മാധുര്യം നിറഞ്ഞ തിരുഹൃദയമേ, അങ്ങയുടെ തിരുഹൃദയത്തിലെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എന്റെ ആത്മാവിൽ ദയയും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ ഞാൻ അത്യന്തം ഖേദിക്കുന്നു. എന്റെ ആത്മാവിനെ സ്നേഹിക്കാതെ, എന്റെ ആത്മാവിനെ ഇത്രമാത്രം അങ്ങ് സ്നേഹിച്ചിട്ടും
ഞാൻ തന്നെ എന്റെ ആത്മാവിനെ സ്നേഹിക്കാതെ ഞങ്ങളുടെ മക്കള് അവരുടെ ആത്മാക്കളെ സ്നേഹിക്കാതെ സ്വയം നശിപ്പിച്ചതിനെയോർത്ത്, ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെയോർത്ത് കർത്താവേ മാപ്പ് ചോദിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളുടെ സമ്പൂർണ്ണ സന്തോഷമായ ഈശോയെ, ഞാൻ എന്റെ ആത്മാവിന്റെ, ഞങ്ങളുടെ മക്കളുടെ ആത്മാവിന്റെ സ്ഥിതി ഗ്രഹിച്ച് മനസ്താപപ്പെടുന്നതിനും അങ്ങേ എന്റെ ഹൃദയമൊക്കെയോടും കൂടെ, ഞങ്ങളുടെ മക്കൾ അവരുടെ ഹൃദയം ഒക്കെയോടും കൂടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഇടവരുത്തി അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. ഈശോയുടെ തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മക്കളുടെ സ്നേഹമായിരിക്കണമേ. സൽക്രിയ. ഈശോയുടെ തിരുഹൃദയം നൽകുന്ന അനുഗ്രഹത്തിന്മേൽ അല്പനേരം ധ്യാനിച്ചുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് ഈ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് തിരിച്ചു വരാനും, ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങള്, കൂട്ടുകെട്ടിന്റെ നൈമിഷിക സന്തോഷങ്ങള്, ജഡിക പാപത്തിന്റെ നൈമിഷിക സുഖങ്ങള് നൈമിഷികമാണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിനെയും ജീവിതത്തെ നശിപ്പിക്കും എന്ന സത്യം അറിഞ്ഞ് അതിനുവേണ്ടി, അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്ന ഈശോയുടെ സ്നേഹത്തിൽ കൂടിയണയാൻ നമ്മുടെ മക്കൾക്ക് കൃപ ലഭിക്കട്ടെ. ഇതെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാം നിയോഗങ്ങളെ സമർപ്പിക്കാം. അവരുടെ പരീക്ഷ, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ ഇന്റർവ്യൂ, അവരുടെ ഉപരി പഠന മേഖല എല്ലാം സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം ഈശോ തരും. മക്കളെ ഈശോ തരും. ഈശോയെ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അങ്ങയുടെ സ്നേഹത്തിന്റെ വലിയ ചൈതന്യത്താൽ നിറച്ച്, അങ്ങയുടെ കൃപകളാൽ നിറച്ച് അങ്ങയിലേക്ക് തിരിച്ചു വന്ന് പാപസുഖം, ജഡിക സുഖം, ലോകസുഖം എല്ലാം വിട്ടുപേക്ഷിച്ച് യഥാർത്ഥമായ സുഖവും സന്തോഷം അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിലൂടെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ സ്നേഹശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് കൊടുക്കട്ടെ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യഥാർത്ഥമായ സ്നേഹവും വിശുദ്ധിയും അറിഞ്ഞ് ഞങ്ങളുടെ മക്കൾ അങ്ങയെ സ്വന്തമാക്കി അങ്ങയിൽ, അങ്ങയുടെ ഹൃദയത്തിൽ ജീവിക്കട്ടെ. ആമേൻ.